state Ohm's law. Write it mathematically. If a potential difference of 80 volt is applied in a circuit and the current is 0.5 ampere, what will be the current if 40 volt is applied? The current flowing through a answer the current flowing through a conductor between 2 points is directly proportional to the potential difference across the 2 points, provided its temperature and other physical conditions remain constant. V is equal to I into R. V is equal to I into R. Then അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എഴുതണം V എന്ന് വെച്ചാൽ എന്താണ്? V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കേട്ടോ. അങ്ങനെ എഴുതണം. V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. I എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കറന്റ് ആണ്. I കറന്റ് ആണ്. ദെൻ R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസും ആണ് കേട്ടോ. ആദ്യത്തെ നമ്മൾ വോൾട്ടേജിനെ V1 കൊടുത്തു. V1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 വോൾട്ട് ആണ്. ദെൻ അപ്പോഴത്തെ കറണ്ട് എത്രയാണ്? അതിനെ ഞാൻ I1 എന്ന് കൊടുത്തു. അപ്പോൾ എത്രയാണ്? 0.5 ആംപിയർ ആണ്. മനസ്സിലായല്ലോ? പിന്നെ വോൾട്ടേജ് V2 അപ്ലൈ ചെയ്യുമ്പോൾ V2 എന്ന് വെച്ചാൽ എത്രയാണ്? 40 വോൾട്ട് ആണ്. അപ്ലൈ ചെയ്യുമ്പോൾ I2 എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ V1 I1 ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഏതാണ്? R ഈസ് ഈക്വൽ ടു V ബൈ I ആണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അതായത് V1 ബൈ I1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V1 80 ആണ്. I1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0.5 ആണ്. നമുക്ക് ചെയ്യുമ്പോൾ 160 ഓം കിട്ടും. ഇനി നമുക്ക് പുതിയ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് V2 എന്ന് പറഞ്ഞിരിക്കുന്നത് 40 വോൾട്ട് കൊടുക്കുമ്പോൾ ഉള്ള കറണ്ട്, അതായത് I2 ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് I2 കണ്ടുപിടിക്കാമല്ലോ. I2 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? I ഈസ് ഈക്വൽ ടു V ബൈ R എന്നല്ലേ? അപ്പൊ I2 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? V2 ബൈ R എന്ന് കൊടുക്കാം അല്ലേ? V2 എത്രയാണ്? 40 ആണ് വരുന്നത്. R എത്രയാണ്? 160 ആണ് കേട്ടോ. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.25 ആംപിയർ എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ I2 എത്രയാണ് വന്നത്? I2 ഈസ് ഈക്വൽ ടു 0.25 ആംപിയർ. ഇതിന്റെ ടിപ്പ് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മളിപ്പം നോക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും V1 എത്രയാണ്? 80 വോൾട്ട് ആണ്. അപ്പൊ V2 എത്രയാണ്? 40 ആയി. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം വോൾട്ടേജും കറണ്ടും ഇവിടെ എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണല്ലോ. നമ്മൾ ഓംസ് ലോ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് കുറയുവാണെന്നുണ്ടെങ്കിൽ കറണ്ടും അതനുസരിച്ച് കുറയും. ഇവിടെ നോക്കിയേ, വോൾട്ടേജ് V1 എത്രയായിരുന്നു? 80 വോൾട്ട് ആണ് ഇല്ലേ? അത് V2 ആയപ്പോൾ എത്രയായി? 40. അതായത് പകുതിയായപ്പോൾ കറണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ കറണ്ട് എത്രയായിരുന്നു? 0.5 ആംപിയർ ആയിരുന്നു. ദെൻ ഇവിടെ വോൾട്ടേജ് ഹാഫ് ആയപ്പം കറണ്ടും എത്രയായി? നമുക്കിവിടെ കറണ്ട് എത്രയാണ് കിട്ടിയത്? 0.25 ആംപിയർ എന്നല്ലേ കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ചെയ്യാതെ തന്നെ നമുക്കൊരു ആൻസറിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് ഇല്ല? നേർ അനുപാതത്തിലായതുകൊണ്ട് വോൾട്ടേജ് പകുതിയാവുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് സംഭവിക്കുന്നത്? അവിടെ വോൾട്ടേജ് പകുതിയായി. അപ്പൊ കറണ്ടിന് എന്ത് സംഭവിച്ചു? കറണ്ട് ഇവിടെ എങ്ങനെയായി? ഹാഫ് ആയി.